നിർമ്മിത ബുദ്ധിയിൽ അടങ്ങിയിട്ടുള്ള കേന്ദ്രീകരണ പ്രവണത പരിശോധിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമുക്ക് ആദ്യം നിർമ്മിത ബുദ്ധിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. ഒരു 10-15 വർഷം മുമ്പ് മൊബൈൽ ഫോണുകൾ, മൊബൈൽ നെറ്റ്വർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഓഫറുകളുടെ ഒരു ഘടന പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവാൻ സാധ്യതയുള്ള ഒരു തരം ഓഫർ ഒരു നെറ്റ്വർക്കിൽ നിന്ന് അതേ നെറ്റ്വർക്കിലേക്ക് വിളിക്കുമ്പോഴുള്ള സൗജന്യ കോളുകളോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള കോളുകളോ ആണ്. ഇപ്പോൾ എസ്കോട്ടൽ എന്ന ഫോണിൽ നിന്ന്, എസ്കോട്ടലിന്റെ നെറ്റ്വർക്കിൽ നിന്ന് അല്ലെങ്കിൽ BPLന്റെ നെറ്റ്വർക്കിൽ നിന്ന്, ഞാൻ അന്നേരമുള്ള കമ്പനികളുടെ പേര് പറയുന്നേ ഉള്ളൂ, BPLന്റെ നെറ്റ്വർക്കിൽ നിന്ന് BPLന്റെ നെറ്റ്വർക്കിലേക്ക് തന്നെ വിളിക്കുകയാണെങ്കിൽ വളരെ സൗജന്യ നിരക്കിൽ കോളുകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഓഫറുകൾ സൃഷ്ടിച്ച ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് തങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ സഫലീകരണമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒരേ നെറ്റ്വർക്കിലാവാനാണ് സാധ്യത. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് തമ്മിൽ ഫോൺ വിളിക്കാനായിട്ട് വളരെ സൗജന്യ നിരക്കിൽ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരം ഓഫറുകൾ നൽകുന്നതിൽ സൗജന്യ നിരക്ക് എന്നുള്ളത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് കമ്പനികൾ. അതിന് ഒരു സാമ്പത്തിക ചെലവും ഉണ്ട്. എന്ന് വെച്ചാൽ 50 പൈസയ്ക്ക് പകരം 10 പൈസ നിരക്കാണെന്നുണ്ടെങ്കിൽ അവിടെ 40 പൈസ ശോഷണം വരുന്നുണ്ട് ലാഭത്തിന്റെ കാര്യത്തിൽ. പക്ഷെ എന്നാൽ കൂടി അവർക്ക് ഈ ഒരു സംഗതി സാധ്യമാക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെയും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധിയാണ്. സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാം എന്തുകൊണ്ട് ഫേസ്ബുക്ക് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ മതി. നാം ഫേസ്ബുക്ക് തിരഞ്ഞെടുക്കുന്നത് BPL തന്നതുപോലെ എന്തെങ്കിലും സൗജന്യ നിരക്ക് നൽകിയത് കൊണ്ടല്ല. അവിടെ ധാരാളം നമ്മുടെ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് 2008 മറ്റുമൊക്കെയുള്ള വിഷയങ്ങൾ ഓർമ്മയുള്ള ശ്രോതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർക്കുട്ട് എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമം ഉണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുട്ടിൽ പോയി. അതിൽ നിന്ന് എല്ലാവരും ഫേസ്ബുക്കിലേക്ക് വന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ തോതിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്കും മറ്റുമൊക്കെയുള്ള സഞ്ചാരം നടക്കുന്നു. എല്ലാവരും വാട്സാപ്പിലും ഉണ്ട്. ഒരു സേവനത്തിലേക്ക് എല്ലാവരെയും കൊണ്ടെത്തിക്കുന്നത് ആ സേവനത്തിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഡേറ്റയുടെ സാന്നിധ്യം കൂടിയുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റുകളൊക്കെ കാണാം. അപ്പൊ ഇത്തരം ഈ ഡേറ്റ മേഖലയിലെ ഇത്തരം പ്രതിഭാസങ്ങളെ ശൃംഖലാ പ്രതിഭാസങ്ങൾ, നെറ്റ്വർക്ക് എഫക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഈ നെറ്റ്വർക്ക് എഫക്ട്സിന്റെ വലിയ പ്രവർത്തന മണ്ഡലമായതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയിൽ വലിയ കേന്ദ്രീകരണ സ്വഭാവം വരുന്നുണ്ട്. എല്ലാവരെയും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേ ദിശയിലേക്ക് സഞ്ചരിപ്പിക്കുക എന്നുള്ളത്, ദിശയിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് വിപണിയിലെ ഒരേ ദിശയിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ഏറ്റവും കൂടുതൽ ഡേറ്റ സംഭാവന ചെയ്യുന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ ഡേറ്റ ശേഖരിക്കപ്പെടുന്ന രീതിയിലേക്ക്, ആ ദിശയിലേക്കുള്ള സഞ്ചാരവും ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം, ഈ വിവര സ്രോതസ്സുകൾ ഏറ്റവും കൂടുതലുള്ളപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മിത ബുദ്ധി പലപ്പോഴും വിവര സ്രോതസ്സുകളുടെ സംസ്കരണം സാധ്യമാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ വിവരങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന് റോബസ്റ്റ്നെസ് കൂടുതലായിരിക്കുമെന്ന് പറയും. അതിൽ ഒരുപക്ഷെ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ വിവര സ്രോതസ്സുകൾക്ക് കൂടുതൽ നല്ല സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നയിക്കാൻ സാധിക്കുമെങ്കിൽ അതിലൂടെയും ഒരു കേന്ദ്രീകരണ സ്വഭാവം വരുന്നുണ്ട്. അത് എല്ലാ വിവരങ്ങളും കഷ്ണമായി ചെറിയ വിവര സ്രോതസ്സുകൾ കിടക്കുന്നതിനേക്കാൾ മൂല്യം അവയെല്ലാം കേന്ദ്രീകരിച്ച് ഒരൊറ്റ വിവര സ്രോതസ് എത്തുന്നതിൽ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ് കൂടുതൽ റോബസ്റ്റ് ആവുന്നതിലൂടെ. അപ്പോൾ ഇതിലെല്ലാം കൂടി ഒരു കേന്ദ്രീകരണ പ്രവണത നിർമ്മിത ബുദ്ധിയിൽ വരുന്നുണ്ട്. ആ കേന്ദ്രീകരണ പ്രവണത നമ്മൾ ഇന്ന് കാണുന്നത് ഈ മേഖലയിലെല്ലാമുള്ള കുത്തകകളുടെ സാന്നിധ്യത്തിലൂടെയാണ്. ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇവയെല്ലാം തന്നെ അതാത് മേഖലകളിൽ കുത്തകകളായിട്ട് വരുന്നത് ഈ കേന്ദ്രീകരണ പ്രവണതയുടെ പരിണത ഫലമായിട്ടാണെന്ന് കൂടി വേണമെങ്കിൽ കരുതാം.